ഹായ്, വെൽക്കം ടു സുദീപ് സുഡു. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം. അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഉപയോഗങ്ങളാണ്, യൂസേജുകളാണ്. നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളായിട്ട് തുടർച്ചയായി ഒരു കാര്യം തുടർന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒരു സെന്റൻസ് നിർമ്മിക്കേണ്ടത്, അതിലെങ്ങനെയാണ് ക്രിയകൾ വരേണ്ടതെന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവയൊക്കെ ഉപയോഗിക്കേണ്ട ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഒക്കെ പഠിച്ചത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ എഴുതേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കേണ്ട സാഹചര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ ഇന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചത് ഈ രീതികളിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അതിൽ ഒന്നാമത്തെ നമ്മുടെ യൂസേജ് ആണ് സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുക, അത് നടന്നു കഴിഞ്ഞില്ല, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം പറയാൻ വേണ്ടി നമ്മളത് ഈ സ്റ്റഡിങ്, ആം സ്റ്റഡിങ് അല്ലെങ്കിൽ ആർ സ്റ്റഡിങ് ഒക്കെ ഉപയോഗിച്ച് വേണം പറയാൻ വേണ്ടി. ഈ രീതിയിൽ ING ഫോമത്തെ വെർബ് വേണം ഉപയോഗിക്കാൻ വേണ്ടി. മീര ഒരു കാർ ഓടിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ മീര കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മീര ഈസ് ഡ്രൈവിംഗ് എ കാർ. ഇന്നലെ മീര കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല നമ്മൾ പറയുന്നത്, അത് വേറെ. മീര ഡ്രോവ് എ കാർ, മീര കാർ ഓടിച്ചു എന്നല്ല നമ്മൾ പറയുക. അപ്പം പക്ഷെ ഇപ്പൊ ഒരാളൊരു കാര്യം ചെയ്യാൻ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയുക? മീര എന്തിയെ? മീര കാർ ഓടിച്ചോണ്ടിരിക്കുക. മീര കാർ ഓടിച്ചോണ്ടിരിക്കുക, ഇപ്പം ചെയ്തോണ്ടിരിക്കുക മീര കാര്യം. അപ്പം മീര ഈസ് ഡ്രൈവിംഗ് എ കാർ എന്ന് വേണം പറയാൻ. ഈസ് ഡ്രൈവിംഗ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ, ഈസ് ഡ്രൈവിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് പറയണമെങ്കിലും ഇങ്ങനെ ING ഫോം ഓഫ് വെർബ് ഉപയോഗിക്കണം. അതിന്റെ കൂട്ടത്തിൽ സബ്ജക്റ്റ് അനുസരിച്ച് മീര വന്നേ കൊണ്ടാണ് ഈസ് വന്നേ, ഐ വന്നെങ്കിൽ ആം വന്നേനെ, അതുപോലെ ആവശ്യമുള്ളത് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ജസ്റ്റ് സംസാരിക്കുക. ഓക്കെ, അവൻ കോളേജിൽ പോവുകയാണ്, ഹി ഈസ് ഗോയിങ് ടു കോളേജ്. അവൻ വീട്ടിലേക്ക് വരികയാണ്, ഹി ഈസ് കമ്മിങ് ടു ഹോം. അങ്ങനെ എന്താണോ പറയേണ്ടത്, എന്താണോ സംസാരിക്കേണ്ടത് അതനുസരിച്ച് ഉപയോഗിച്ചങ്ങ് സംസാരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് കാലങ്ങളായി തുടർച്ചയായി നടക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ആ കാര്യം നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ അത് കുറെ നാളായി ആ കാര്യം തുടങ്ങിയിട്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് കുറച്ച് നാളും കൂടെ നടക്കാൻ കുറേ നേരം എടുക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ മീര കാർ ഓടിക്കുന്നതൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മീര കാർ ഓടിക്കും, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മീര കാർ നിർത്തിട്ട് പോകും. കൂടിപ്പോയാൽ അതിന്റെ സമയപരിധിയുണ്ട്. ഏതായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കൂടിപ്പോയ ഒരു 11 മണിക്കൂർ 12 മണിക്കൂർ കൂടുതലൊന്നും കാർ ഓടിക്കാൻ പറ്റില്ല. പിന്നെ റെസ്റ്റ് എടുക്കണം, ഉറക്കം വേണം അല്ലെ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു പോസ് ഉള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ കുറെ നാൾ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങളില്ലേ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ, ഞാൻ BA ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിങ് BA ഇംഗ്ലീഷ്. ഇപ്പം BA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഡിഗ്രിയാണ്. ഈ ഡിഗ്രി നമുക്ക് ഇപ്പൊ എന്നോട് ചോദിക്കുക താങ്കൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പം BA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എന്ത് പറയും? ഐ ആം സ്റ്റഡിങ് BA ഇംഗ്ലീഷ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പൊ നിങ്ങൾ ചോദിച്ച സമയത്ത് ഞാൻ BA ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡന്റ് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ട് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ മുമ്പോട്ടും അത് തന്നെ പഠിക്കുക തന്നെ വേണം. അപ്പൊ പെട്ടെന്ന് കുറെ നാൾ തുടർച്ചയായിട്ട് നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും തുടരുന്നുണ്ട്, എന്നാൽ അത് കുറെ നാളായിട്ട് തുടരുന്ന, കുറച്ച് നാളും കൂടെ തുടരാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഈ പഠിക്കുന്ന കാര്യങ്ങളോ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് വരിക. അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഐ ആം സഫറിങ് ഫ്രം കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് പോകുന്ന ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളും പറയാം. ഈ ആം സ്റ്റഡിങ്, ഈ വെർബിന്റെ ING ഫോമും അതിന്റെ കൂടത്ത് ഈ ഒരു ആമോ ഈസോ ആറോ ഉപയോഗിച്ച് അങ്ങനത്തെ കാര്യങ്ങളും പറയാം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് ഐ ആം സ്റ്റഡിങ് ഒരു ഡിഗ്രിയുടെ പേരൊക്കെ പറയുമ്പം ആ ഡിഗ്രി കുറച്ച് നാൾ എടുക്കുന്നതാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്നതും കുറച്ച് കാലങ്ങളായി തുടർച്ചയായി നടക്കുന്നതുമായ കാര്യങ്ങൾ പറയാനും നമുക്ക് ഈ ഒരു
രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തേത് നേരത്തെ തീരുമാനിക്കപ്പെട്ട. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ തീരുമാനിച്ച് ഡിസൈഡ് ചെയ്ത പ്ലാനോ അറേഞ്ച്മെന്റോ ആണ് ഇത്. കറക്റ്റ് പ്ലാനുള്ള കറക്റ്റ് അറേഞ്ച്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് തീരുമാനിക്കുന്നതല്ല, ആലോചിച്ച് നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുള്ള കാര്യം. അങ്ങനത്തെ കാര്യങ്ങൾ ഭാവിയിലെ കാര്യങ്ങളാണെങ്കിൽ പോലും, ഭാവിയിലെ കാര്യങ്ങൾ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് മൂന്നാമത് നോക്കുന്നത്. ഭാവി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ. ഭാവിയിലെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്രസന്റ് ആണ്, വർത്തമാനകാലമാണ്. പക്ഷെ വർത്തമാനകാലത്തിലും ഭാവിയിലെ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. എപ്പോഴാണ്? നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളായിരിക്കണം. നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ ആയ ഭാവിയിലെ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങൾ, ഭാവിയിൽ അത് തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങൾ നമുക്കിത് പറയാം. പക്ഷെ അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടിരിക്കണം, ഡിസൈഡ് ചെയ്ത കാര്യമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വില്ലൊക്കെ ഉപയോഗിച്ച് പറയേണ്ട രീതി വ്യത്യാസമുണ്ട്. അപ്പം തീരുമാനിക്കുന്ന കാര്യങ്ങൾ, നേരത്തെ തീരുമാനിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഭാവിയിലെ ആണെങ്കിൽ പോലും അത് പറയേണ്ടത് ഇങ്ങനെയാണ്. എക്സാമ്പിൾ, വി ആർ ഗോയിങ് ഓൺ എ പിക്നിക് ടുമാറോ. നാളെ ഞങ്ങൾ ഒരു പിക്നിക്കിന് പോകുകയാണ്. അപ്പൊ നാളെ ഞങ്ങൾ ഒരു പിക്നിക്കിന് പോവുകയാണെന്ന് പറയുമ്പോൾ നാളെയല്ലേ നമ്മൾ ഈ പിക്നിക്ക് പോകുന്നത്? നാളെ എന്ന് പറഞ്ഞ ഭാവിയല്ലേ, ഇപ്പോഴാണോ? അല്ല. പക്ഷെ നമുക്ക് പറയാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പിക്നിക്കിന് പോകുന്ന കാര്യം നമ്മൾ നേരത്തെ ആലോചിച്ച് തീരുമാനം എടുത്തൊരു കാര്യമാണ്. അതൊരു പ്രീ പ്ലാൻഡ് കാര്യമാണ്, ഒരു അറേഞ്ച്മെന്റ് ആണ്, കൃത്യമായി നേരത്തെ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം നമുക്ക് ഭാവി പറയാം. അതുകൊണ്ട് നമുക്ക് വി വിൽ എന്ന് ചേർത്തല്ല നമ്മളിത് പറയണേ. വി ആർ ഗോയിങ് ഓൺ എ പിക്നിക് ടുമാറോ, വി ആർ ഗോയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ വീണ്ടും ING ഫോം ഓഫ് ദ വെർബിന്റെ കൂടെ ആർ ചേർത്തിട്ട്, വി വന്നേ കൊണ്ട് ആർ വന്നു മാത്രം, വി ആർ ഗോയിങ് ഓൺ എ പിക്നിക് ടുമാറോ എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇതാണ് ഭാവിയിലെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഈ രീതിയിൽ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ഇവിടെ നമുക്ക് ആർ ഗോയിങ് എന്ന് പറയുന്ന വാക്ക് ING ഫോം ഓഫ് ദ വെർബ് സൂചിപ്പിക്കും. നാളെ നമ്മൾ പിക്നിക്കിന് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് പൊക്കോണ്ടിരിക്കുന്ന കുറെ നേരം തുടരുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മളത് ഭാവിയിലെ തുടരുന്ന കാര്യങ്ങളും ഇങ്ങനെ പറയാം. അടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നൊരു പോയിന്റ് മാത്രമാണിത്. നമുക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ചില സിഗ്നൽ വേർഡുകൾ, സമയം സൂചിപ്പിക്കുന്ന വേർഡുകളാണ് പ്രസന്റ് കണ്ടിന്യൂസിനൊപ്പം. ഒന്ന് നൗ. ഈ നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് പ്രസന്റ് ടെൻസ് ആണെന്ന്. കണ്ടിന്യൂസ് എന്നല്ല, സിമ്പിൾ പ്രസന്റ് ആകാം, പ്രസന്റ് കണ്ടിന്യൂസ് ആകാം. പക്ഷേ ഈ നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, റൈറ്റ് നൗ ജസ്റ്റ് ഇപ്പോൾ തന്നെ, അറ്റ് പ്രസന്റ് ഈ വർത്തമാനകാലത്തിൽ, ഈ സമയത്ത്, അറ്റ് ദിസ് മൊമെന്റ് ഈ മൊമെന്റിൽ, ഈ നിമിഷത്തിൽ. അപ്പൊ ഇങ്ങനെ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് എപ്പോഴും ഈ ഒരു പ്രസന്റിന്റെ കൂടെ വരുവുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. സിഗ്നൽ വേർഡുകൾ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ മാത്രം നാലാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. അവൻ ഇപ്പോൾ ഒരു പരീക്ഷ എഴുതുകയാണ് എന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഹീസ് റൈറ്റിംഗ് എൻ എക്സാം നൗ എന്ന്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നൗ. അപ്പൊ അങ്ങനത്തെ ചില വാക്കുകൾ ഒക്കെ ശ്രദ്ധിക്കുക. സോ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ പറയാം? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സെക്കൻഡ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം. തേർഡ്, ഭാവിയിലെ തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യം, പക്ഷെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യമായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടെൻസ് ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. ഇങ്ങനെ വേണം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം നാളെ ഞാൻ ഇന്നേ പ്ലാൻ ചെയ്ത കാര്യമെന്ന് വെച്ചോ, നാളെ ഞാൻ കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പം ഐ ആം ഗോയിങ് ഫോർ എ വെഡിങ് ടുമോറോ, ഐ ആം അറ്റൻഡിങ് എ വെഡിങ് ടുമോറോ എന്ന് എനിക്ക് പറയാം. കാരണം ഇന്ന് തീരുമാനിക്കപ്പെട്ടൊരു കാര്യമാണ്, ഞാൻ നാളെ കല്യാണത്തിന് പോവുകയാണ് എന്നുള്ളൊരു കാര്യം. അതൊന്ന്. ഈ മൂന്നാമത്തെ സാഹചര്യം. അതേപോലെ ആദ്യത്തെ സാഹചര്യം എന്താ? ഇപ്പോൾ നടക്കുന്ന കാര്യം. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. സിഗ്നൽ വേർഡ് ചേർക്കണോ? ചേർക്കാം. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് നൗ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് റൈറ്റ് നൗ, ഈ നിമിഷത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ അറ്റ് ദിസ് മൊമെന്റ്, ഈ നിമിഷത്തിൽ ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. അപ്പം ഐ ആം ടീച്ചിങ് ആണ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി തുടർച്ചയായി നടക്കുന്ന കാര്യമാണെങ്കിൽ ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ, ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും ഞാൻ ആ ജോലി ചെയ്യുന്നു. കുറച്ചു നാൾ മുമ്പും ഞാൻ ആ ജോലി തുടങ്ങിയൊരു ജോലിയാണ്. കുറച്ചു നാൾ നീണ്ട കാലത്തിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. സോ ജസ്റ്റ് നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ കണ്ടിന്യൂസ് ടെൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം.
ഓക്കെ, സോ ഈ ക്ലാസ്സോടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം, നിങ്ങൾ സംസാരിച്ച് ശീലിക്കണം, എഴുതി ശീലിക്കണം. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ പറയാനും സംസാരിക്കാനും ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. സോ ഇതോടെ നമുക്ക് ഈ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് വർത്തമാനകാലത്തിലെ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സോടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പാസ്റ്റിലോട്ടായിരിക്കും പോകുന്നത്. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.